നമ്മളിന്ന് ഉമ്മറ ഭാഗത്താണ് കേട്ടോ. നമ്മളെ ഈ ഭാഗത്ത് കുറച്ച് ചെടികളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു പുല്ല് ഈ ഭാഗത്തും പതിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എന്നും അടുക്കളയിലുള്ള ഓരോ പണികളൊക്കെ കാട്ടി തന്നിരുന്നത്. അപ്പോൾ അടുക്കളയിൽ പുതുതായിട്ടൊന്നും നമ്മളൊന്നും ചെയ്തിട്ടില്ല. കാരണം പെയിൻറ്റിങ്ങിൻ്റെ പണി കുറച്ച് ദിവസം കൂടി വൈകിട്ടാണ് എടുക്കുന്നത്. കാരണം നോമ്പിൻ്റെ ഒക്കെ ആയത് കാരണം എല്ലാവർക്കും തിരക്കാണ്. അപ്പോൾ പണ്ടിരിക്കുന്ന ആൾക്കും തിരക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അമ്പലത്തേക്ക് വരുന്നുള്ളൂ. പിന്നെ നമ്മളെ ടാങ്കിനെ അങ്ങോട്ട് തുറന്നു വെച്ചതാണ് കേട്ടോ. അവിടെ ഒന്നും സ്ഥലമില്ലാത്ത കാരണം റോട്ടുമ്പൊക്കെ തത്തി. അപ്പൊ അതിക്ക് കുറച്ച് വെള്ളമാക്കി വെച്ചാല് അവിടുന്ന് കോരിക്കൊണ്ട് നനയ്ക്കാം. എല്ലാരും കണ്ടോളിട്ടോ. നമ്മളെ മാവുമ്പോ നോക്കിയേ, നമ്മളെ സബ്സ്ക്രൈബർ നമുക്ക് ഗിഫ്റ്റ് തന്ന തയ്യമ്മല് മാങ്ങ ഉണ്ടായിട്ടോ. അമ്മ ഞാൻ ചൂണ്ടിക്കാട്ടിയെടുത്ത് കാണും. പക്ഷെ കുട്ടികളൊന്നും കണ്ടില്ല. കുട്ടികൾ ഇഷ്ടം പോലെ റോട്ടിലുണ്ട്. ആരെ കണ്ടില്ലേലും കണ്ടാ പെട്ടു. പിന്നെ വേറെ സംഭവം ഉണ്ട്. നമ്മളെ പ്ലാവിന്റെ നെറുകില് ഒരു ചക്ക ഉണ്ടായിട്ടുണ്ട്. അമ്മ കണ്ടിട്ടില്ല. അല്ലെ മോൾക്ക് ഇട്ടല്ലോ. അതല്ല മോളൊരു കഷ്ണം കട്ട് ചെയ്തില്ലേ മോളില്? എന്താ കഴിച്ച ചക്ക കണ്ടില്ലേ നിങ്ങള്? ചക്ക കണ്ടില്ല. ആൾക്കാര് പറയണ നമുക്ക് അറിയില്ല. അപ്പൊ അറിയുന്ന ആൾക്കാർ കമന്റ് ചെയ്യും. മേലേക്ക് പോണത് കട്ട് ചെയ്ത് കളയണമല്ലോ. അങ്ങനത്തെ ബെഡ് തൈനൊക്കെ അങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനുള്ളത് അതിന്റെ മുകളിലും കട്ട് ചെയ്യണം. വീണോ? ഇല്ല. റോഡ് പുതിയതാക്കിയപ്പോഴേ കുട്ടികൾക്ക് ബെല്ലും ബ്രേക്കും ഇല്ലാത്ത പോക്കാണ്. അങ്ങനെ ചെറിയൊരു കുട്ടികളെ വീണ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് ഓടിപ്പോയി. അപ്പോൾ നമ്മൾ അപ്പൂസിന് പുറത്തിറങ്ങാൻ പറ്റില്ല. അവന് അലർജി ആയിട്ട് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തന്നെ തുമ്മലാണ്. അപ്പോൾ അവനെ പുറത്തിറക്കിയില്ല, ഉള്ളിലാണ്. അപ്പോൾ ഒരു സൈക്കിള് കെട്ടിയിട്ടൊക്കെയാണ് ഓടണത്. അപ്പോൾ എല്ലാവരും ഉണ്ടാവും ആ ചർച്ച ചെയ്യണം കേട്ടോ. ഒന്നും പറ്റിയിട്ടില്ലേ. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഒരു സന്തോഷപ്പെട്ട കാര്യം പറയാനുണ്ട് അല്ലേ അമ്മ? അപ്പോൾ നമ്മളെ എല്ലാവർക്കും അറിയും കേട്ടോ അത് എന്താണെന്ന്. നമ്മളെ വീടിൻ്റെ പാലുകാച്ചൽ ദിവസം ഉറപ്പിച്ചിട്ടുണ്ട്. ഒരാൾക്കാര് വിചാരിക്കും പാല് കാച്ചൽ കഴിഞ്ഞതല്ലേ. അതെല്ലാരും മുന്നേ ചോദിച്ചേന്നു ഒരു വട്ടം പാല് കാച്ചിയതല്ലേന്ന്. അന്ന് ശരിക്കും കാച്ചില്ലല്ലോ, അടുപ്പില്ലല്ലോ. നമ്മളെ അടുക്കളയിലല്ലല്ലോ പാല് കാച്ചിയത്. അപ്പൊ നമ്മളെ നല്ലൊരു അടുക്കള ആയിട്ട് അടുക്കളയിലാണ് നമ്മള് വീതനമ്മയിൽ തന്നെ നമ്മൾ പാല് കാച്ചണത്. അന്ന് ഹാളിൽ ഇവിടെ വെച്ചു അടുക്കള ഉണ്ടാക്കാതെ. അപ്പൊ ഗണപതി ഹോമം കഴിച്ചിട്ടാണ് നമ്മളിഞ്ഞ് പാല് കാച്ചണത്. അപ്പോൾ ആ ഡേറ്റ് 11-ാം തീയതിയാണ് ഈ മാസം തന്നെ. അപ്പോൾ മറ്റന്നാളേക്ക് വേറെ ദിവസം. അപ്പോൾ അന്നേക്ക് നമ്മളെ പണികളൊന്നും പൂർത്തിയാവില്ല. അപ്പോൾ എല്ലാ പണി എന്ന് പറഞ്ഞാൽ ആ പെയിന്റിങ് നമുക്ക് എന്തായാലും വേണം. കാരണം അടുക്കള അടുക്കള ഭാഗം മാത്രമല്ലേ. അപ്പോൾ 11-ാം തീയതിക്കാണ് നമ്മൾ ദിവസം. അപ്പോൾ ആ ദിവസം മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ 2 വിശേഷ ദിവസമാണ്, സ്പെഷ്യൽ ദിവസമാണ്. അന്നെ ആയി 11-ാം തീയതി പറഞ്ഞാല് ഞങ്ങളെ വെഡിങ് ദിവസമാണ്. വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അന്നാണ് നമ്മളെ പാലുകാച്ചൽ ദിവസം കൂടി. അപ്പോൾ എന്താ പറയാന്ന് വെച്ചാൽ നമ്മളെ ഫാമിലിയിലെ എല്ലാവരും സപ്പോർട്ടും ഉണ്ടായിട്ടാണ് നമ്മൾക്ക് ഇങ്ങനെ എല്ലാ ആൾക്കാരും നമ്മളൊപ്പം ഉണ്ടായത്. അപ്പോൾ വരാൻ പറ്റുന്ന എല്ലാവരും നമ്മളെ പാലുകാച്ചലിനും വേണമെന്നാണ് നമ്മളെ ആഗ്രഹം. നമ്മളെ കൊണ്ട് ആവും വിധം എന്തെങ്കിലുമൊക്കെ ആക്കി വെച്ചിട്ട് നമുക്ക് അത് കൂടി ആഘോഷിക്കാം കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ വരണം. അന്ന് ആ തിരക്കിലൊക്കെ പാടായിട്ടേ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ തിരക്കും പാടായിട്ട് നമ്മളാകെ ഇതിലെന്നല്ലേ. അന്ന് നമ്മൾക്ക് എന്തൊക്കെയാണ് ആക്കേണ്ടത് എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. തലേ ദിവസമാണ് ഹോസ്പിറ്റലിന് വരലും അമ്മ ചേച്ചീൻ്റെ വീട്ടിലേന്നു അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരലും എന്തെല്ലാം ആണ് നടന്നൊന്നും നിച്ചല്ല. ഇപ്പോൾ ഒരു ജഗപ്പൊക്കെ പരിപാടി. ഞാനും അപ്പൂസും ഇവിടെ ഒറ്റയ്ക്ക് അങ്ങനെ ഒരു വട്ടം അങ്ങനെ കഴിഞ്ഞതല്ലേന്നൊക്കെ. അപ്പോൾ അത് അടുക്കളയിലല്ലേന്ന് അന്നെ ചോദിച്ചിരുന്നു. വീതിരമ്മിലല്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു. ഇനി അതൊരു നല്ല തുടക്കം തന്നെ ആവട്ടെ അടുക്കളയിൽ വെച്ചിട്ട് തന്നെ അല്ലേ. ഇതിന്റെ പണി ബാക്കിയാണ് കണ്ടല്ലേ. അതിന് കൊണ്ടുവന്ന് വെച്ചാണ് അനിയറിനെ കിട്ടിയത്. ഈ വർക്ക് ചെയ്യാനുള്ള സാധനമൊക്കെ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. ജനലിന്റെ വർക്കും ഈ സാധനമൊക്കെ അത് കുറെ അത് വെച്ചാൽ കുറഞ്ഞ ചെലവില് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ അത് ചോദിച്ചിരുന്നു ഞാൻ. എല്ലാവർക്കും ഈ സ്റ്റെയറൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറേ പൈസ വന്നത് അങ്ങനെ ഇട്ടോ കുറേ ആൾക്കാരത് നമ്മൾ കണ്ടിട്ടുണ്ട്.
അപ്പോൾ അത് കണ്ടപ്പോൾ ചോദിച്ചത് കുറേ പൈസ കരുതിയിട്ട് എടുക്കാതെ നടക്കുന്നു. അപ്പോൾ അതിനധികം പൈസ ഒന്നും ഇല്ല കേട്ടോ. ഈ കമ്പിക്കുള്ള പൈസ പിന്നെ കുറച്ച് പെയിന്റ് അടിച്ച് പെയിന്റ് പറഞ്ഞാൽ നമ്മളെ വീടിന്റെ പെയിന്റ് ബാക്കിയുള്ളതുകൊണ്ട് അടിച്ചാണ്. അതുകൊണ്ട് അടിച്ചതാണ്. പിന്നെ അനി പണിയെടുത്ത് തന്നു. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ കുറച്ച് പൂവും വെച്ചാൽ അതൊരു ഡെക്കറേഷൻ, അതൊരു രസമാണ്. നമുക്ക് ആകെ അത്ര 3000 രൂപ കമ്പിക്ക് തന്നിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ പെയിന്റ് പഴയ ബാക്കിയുള്ള പെയിന്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് അടിച്ചാണ്. എനിക്ക് കാണിച്ചു തരാം ശരി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ വീട് അങ്ങോട്ട് സെറ്റായി കിട്ടിയത്. അപ്പോൾ ബാക്കിയുള്ള കമ്പിയൊക്കെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെറുതെ മോഡലാക്കി തന്നു. ഇനിയിപ്പോൾ ഊഞ്ഞാല് വെക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു, അതും നടന്നിട്ടില്ല. ആടൊന്നുമില്ല, പക്ഷെ അവര് ഭംഗിക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വെച്ചതായിരുന്നു. അത് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഒഴിവില്ല, ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്തൊക്കെ ചെയ്യിപ്പിക്കാം അല്ലേ. പിന്നെന്താ പറയുക, പിന്നെ എനിക്ക് ഇതിൽ വന്നിട്ട് ഇപ്പോൾ കുറേ കുട്ടികൾ പണ്ട് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിച്ച സമയത്തുള്ള കൂട്ടുകാരികളെയൊക്കെ കുറേ ആളപ്പം ഇന്നും കിട്ടി. അപ്പോൾ അതിലൊക്കെ കുറേ സന്തോഷമായിട്ട് ഇന്ന് വാട്സപ്പിൽ പറ്റി നേരിട്ട് കാണാനല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓർക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും എനിക്ക് ഈ ഒരു നല്ല ദിവസം വന്നപ്പോൾ ഇതിൽ കൂടാൻ പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് കൂടണം. ഇവിടേക്ക് അധികം ദൂരമൊന്നുമില്ല കേട്ടോ, അടുത്തടുത്ത് ഏകദേശമൊക്കെ അടുത്തുള്ള ഫ്രണ്ട്സുകളിനെയാണ്. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് വരാൻ ഇനിയും പറയാണ്, വരാൻ പറ്റുന്നവരൊക്കെ വരികയല്ലേ. ഇനി അമ്മയ്ക്ക് കുറച്ച് പറയാണ്ടാവും കേട്ടോ. അമ്മ മുളകും തൈ നനയ്ക്കാൻ പോയതാണ്. ഇനി ഞാൻ ബാക്കി നനയ്ക്കട്ടെ, എന്നിട്ട് അമ്മ പറയും. എന്താ ചാണകവെള്ളം നാളത്തെ ചാണകവെള്ളം ഇവിടെ നനച്ചില്ല ഓളെ. റെഡ് ലേഡി റെഡ് ലേഡി ഉണ്ടായിന് കേട്ടോ. റെഡ് ലേഡി നമ്മളെ പച്ചക്കറി കുറേ ഉണ്ടായിരുന്നു, ഒക്കെ നശിച്ചു പോയി. ഒന്നാമത് എന്താ പറയുക, ഇതൊക്കെ ഒരു സമയം കഴിഞ്ഞാൽ ആകെ കരിഞ്ഞ് ചാടിപ്പോവും. എന്താണ് അയൽവാസികൾ എന്താ പറയണേ? കുട്ടികളൊക്കെ കുറേ ആയി കണ്ടിട്ട് ഇതൊക്കെ ഞാൻ എന്നാ വലുതാകാലോ ചേച്ചി. ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ വെച്ചിട്ടുണ്ട്, നല്ല രസം ഉണ്ടാവും കേട്ടോ. പൊന്തി കഴിഞ്ഞാൽ ഇതെന്താ നമ്മളെ മുളക് തൈ എന്തായി? മുളക് തൈ നല്ല വലിപ്പമായല്ലോ, നല്ല വലിപ്പുണ്ടല്ലോ. അതൊക്കെ കായണ്ടാനായമ്മ, അതൊക്കെ വലുതായിണ്ട്. അതൊക്കെ ഉഷാറായിട്ടോ. ഇതൊക്കെ ഉഷാറായിട്ടുണ്ട്. മുരിങ്ങ കൊടുന്നു ആ കൊള്ള എടുത്താട്ടോ. ഒരു എല്ലാവരും കൊണ്ടുള്ള റോഡിലേടി ഇതിങ്ങനെ ഉണങ്ങി പോവണേ. അത് പെട്ടെന്ന് എത്ര ഒരു വർഷത്തിനുള്ളിൽ കായ്ക്കുന്നൊക്കെ പറഞ്ഞ അതൊന്ന് ഉണങ്ങി പോരാടി. അത് കൈപ്പഴ അടിച്ചാൽ അമ്മ. വാഷിംഗ് മെഷീൻ്റെ കാര്യം ഇന്നലെ ഒരുപാട് ആൾ പറഞ്ഞിരുന്നു. അത് ഫിറ്റാക്കണ ആൾ വന്നിട്ടാണ് ഫിറ്റാക്കി വന്നിട്ടോ. പക്ഷെ അത് ഒരു വട്ടം വന്ന് ഫിറ്റ് ചെയ്ത് പോയതാണ്. പിന്നെ അത് ഫിറ്റ് ചെയ്യണത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും അപ്പൂസ് തന്നെ ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ അപ്പൂസ് റെഡിയാക്കി ഓനത് കറക്റ്റ് ആക്കി തന്നിട്ടുണ്ടല്ലോ കേട്ടോ. പക്ഷെ ഇനി എന്താ വെച്ചാൽ സാധ്യത നല്ലത് കുറെ ആൾക്കാർ പറയുന്നുണ്ടല്ലേ. അത് നെഗറ്റീവ് ആണെന്നൊക്കെ ചോദിക്കുന്നത്. നെഗറ്റീവ് ഒന്നുമല്ല, നല്ല കമന്റ് ആണ്. പിന്നെന്താ അറിയോ, ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതല്ലേ. അപ്പോൾ നമുക്ക് സാധാരണ പിന്നെ ഓട്ടോമാറ്റിക് തന്നപ്പോ നല്ല തന്നെ തന്നു, വില കൂടിയത് നല്ലത് നല്ല തന്നെയാണ്. അപ്പോൾ നമുക്കതിനെ പറ്റി ഉപയോഗിച്ച് നമുക്ക് അറിയില്ലല്ലോ. എനിക്കത് അതന്നെ അത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞത് എന്താ പറയുക, വാഷിംഗ് മെഷീൻ അത് ഏതായാലും ഉപയോഗിക്കാനൊന്നും നിശ്ചല്ല. എങ്ങനെയാണ് അടിയിൽ സ്റ്റാൻഡ് വേണമെന്ന് അറിയുന്നുണ്ട്. എന്തൊക്കെയാ അറിയണം, നമുക്കത് മനസ്സിലാവില്ലല്ലോ. പിന്നെ എല്ലാ വീട്ടിലും ഉണ്ടല്ലോ ഈ സാധനം. ചുരുക്കം വീട്ടിൽ മാത്രമേ ഇല്ലാത്ത ഉണ്ടാവുക. അത് കാരണം നിശ്ചല്ല എന്താന്ന്. പിന്നെ ഓരോടൊക്കെ ചോദിച്ചവർക്കൊക്കെ അറിയാം, ഓരോക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓരോ വിളിച്ചു കൊടുത്തിട്ട് അത് നോക്കി. അല്ല ഞാൻ വാഷ് ചെയ്ത് തുടങ്ങിയില്ലല്ലോ. ഇല്ല, ഇന്നത് ഇതാക്കാൻ വിചാരിച്ചിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഒരു ഒഴിവും കിട്ടിയിട്ടില്ലേന്ന് അത് നോക്കാൻ്റെ കാര്യമൊന്നും. അപ്പോൾ അത് കാരണം വെച്ചിട്ടുണ്ട്. അപ്പൂസിൽ അവർ സ്കൂളിൽ ഇപ്പോൾ പറഞ്ഞിരുന്നു ഇത് ഓണാക്കി നോക്കി കൊണ്ട് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ അപ്പോഴും ഇത് നോക്കാൻ കൂട്ടിയിട്ടില്ല. ഇപ്പം ഇന്ന് 6 മണിയായിരുന്നു. ഇപ്പം എവിടെ സമയവും ഇന്നത്തെ ചെറിയൊരു വിശേഷമാണ് അല്ലേ. ഇത് കാര്യമായിട്ട് നമ്മളെ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. 11-ാം തീയതി മറക്കണ്ട, ഫെബ്രുവരി 11. എല്ലാവരും വരിക. എല്ലാവരും വരിക അല്ലേ. അപ്പോൾ ഇനി നാളെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.